സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS സ്പെഷ്യൽ ബുള്ളറ്റിൻ 2021 to 2023 MMRൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ MMR 18 നിന്ന് 30 ഉയർന്നിട്ടുണ്ട്. സ്റ്റീപ്പ് റൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 18 ആയിരുന്നത് 30 ഉയർന്നിട്ടുണ്ട്. MMR എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ പർട്ടിക്കുലർ ഇയർ റിസൾട്ട് മൾട്ടിപ്ലൈഡ് ബൈ ഓൾ ലാക്ക്. അതാണ് MMR എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെയും അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെയും ഒക്കെ ടാർഗറ്റ് നമുക്ക് തന്നിരുന്നത് നമ്മൾ അച്ചീവ് ചെയ്ത ഒരു സ്റ്റേറ്റാണ്. നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റേറ്റാണ്. നിലവിലിത് സ്റ്റീപ്പ് റൈസിനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് കാലയളവാണ്. അത് കൊറോണയുടെ ആ ഒരു പീരീഡ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 2020-21 മെറ്റേണൽ ഡെത്ത്സ് അത്രത്തോളം ഉയർന്നതായിരുന്നു കേരളത്തിൽ. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ലൈവ് ബർത്ത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതൊരു ഡിനോമിനേറ്ററാണ്. നമുക്കറിയാം ഈ MMR കാൽക്കുലേഷനിൽ ഡിനോമിനേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ലൈവ് ബർത്താണ്. കേരളത്തിൻ്റെ ലൈവ് ബർത്ത് എന്ന് പറയുന്നത് 5 to 5.5 ലാക്ക് ആയിരുന്നു ഇൻ വൺ പർട്ടിക്കുലർ ഇയർ. അത് 4ലും താഴ്ന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ളത് 3.93 ലാക്ക് ഇൻ എ പർട്ടിക്കുലർ ഇയർ. അത് ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. 3.5 ലാക്ക് 2024 ആ ഒരു എസ്റ്റിമേഷനാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഡിനോമിനേറ്റർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ന്യൂമറേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത് 2014-15 മുതൽ ആൾമോസ്റ്റ് സ്റ്റാഗ്നൻ്റ് ആണ്. 30 മുതൽ 32 വരെയാണ് മരണം സംഭവിക്കുന്നത് ഓരോ വർഷവും. ഏതായാലും ഒരു സ്കിൽഡായിട്ടുള്ള ഹെൽത്ത് പ്രാക്ടീഷണറുടെ സാന്നിധ്യത്തിൽ മാത്രം നടക്കേണ്ട ഒരു സംഗതിയാണ് പ്രസവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് പ്രീനേറ്റൽ കെയർ ആണെന്നുണ്ടെങ്കിലും പോസ്റ്റ്നേറ്റൽ കെയർ ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നൽകേണ്ടതാണ്. എക്സ്പേർട്ടിൻ്റെ ഒരു ആവശ്യം കൃത്യമായിട്ട് അവിടെ നമ്മൾ നൽകേണ്ടതാണ്. അമ്മമാർക്കും കുട്ടികൾക്കും അത് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്.